ശശികല എടുത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്ക് മുഹമ്മദ് റമിയും വന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് പറഞ്ഞു അവിടുന്ന് കൊലപാതകം ചെയ്തിട്ടല്ലേ വന്നത്, അതിലെന്ത് ഇത്ര വലിയ രീതി എന്നൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുണ്ടെങ്കിൽ ഭയങ്കര ആൾക്കാർ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചാടിക്കയറിയൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞത് കറക്റ്റാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവനെ അത്ര വലിയ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കഥ അറിയാത്തവരായിരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. ഈ റഹീമിനെ ഉണ്ടെങ്കിൽ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടിയാണ് അവരെ കെയർ ടേക്കറായിട്ട് കൊണ്ടുപോകുന്നത്. ആ കുട്ടിക്ക് കുറച്ച് അഗ്രഷനൊക്കെയാണ്. ആ കുട്ടിയെ കൊണ്ട് ഒരു ദിവസം ഇതൊക്കെ കാറിലുണ്ടെങ്കിൽ വെളിയിൽ പോകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എന്തോ സംഭവിക്കുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ റോബർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവന് വെച്ചിരുന്ന സിസ്റ്റം മുഖത്ത് ശരീരത്തിലുണ്ടെങ്കിൽ ഘടിപ്പിച്ചേക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ തട്ടിക്കളയുന്നു. അങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെടുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഈ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അവൻ പറഞ്ഞ കഥയെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് കുട്ടിയെ കൊണ്ട് കാറിൽ പോകുമ്പോൾ കുട്ടിയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അഗ്രഷൻ ആവുന്നൊരു സ്വഭാവമുണ്ട്. ഇത് കണക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ട്രാഫിക് വെട്ടിച്ച് പോകുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കാതെ ഭയങ്കര വയലൻറ്റും ആവുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാക്കളിയാവുന്ന സമയത്താണ് അവൻ്റെ ശരീരത്തിൽ ഇത് ഘടിപ്പിച്ചേക്കുന്ന സിസ്റ്റം പോലത്തുള്ള കൈ തട്ടി പോകുന്നുള്ളൊരു കാര്യം സംഭവിക്കുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ മുഹമ്മദിന് കാര്യമൊന്നും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ സാധാ രീതി ഒരാളുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സംഭവം വരുമ്പോൾ അവ ആ പയ്യ അനങ്ങാതെ കിടക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് അറിയാം. ആശുപത്രിയിലാണ് കൊണ്ടുപോകേണ്ടത്. അത് വിട്ടിട്ടുണ്ടെങ്കിൽ അവ അവിടെ കാർ നിർത്തിയിട്ട് അവന് പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ട് ബന്ധുവായിട്ടുള്ള, അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫാമിലി ഭയങ്കരമായിട്ട് ഫ്യൂരിയസ് ആവുന്ന കേസ് പോകുന്നത്. ഇതിങ്ങനെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് ഈ മുഹമ്മദ് റഹീം എന്ന് പറയുന്നത്. ഇയാളെയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഒരു തെറ്റുമില്ല, ഇത് ഉള്ളത് തന്നെയാണ്. വലിയ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് പങ്കെടുത്തിട്ട് വന്നൊന്നുമല്ല. ഒരുപാട് പേര് ഇത് ഭയങ്കരമായിട്ട് എങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ കാര്യം അറിയുന്നവർക്ക് ഇതാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരാൾ ഇപ്പോൾ നമ്മളെ ഈ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്കൊരു അബദ്ധം പറ്റുകയാണെങ്കിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ ആദ്യം ആശുപത്രിയിലാണ് എത്തിക്കേണ്ടത്. അതല്ലാതെ അവിടെ റോഡ് സൈഡിൽ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കുകയല്ല ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റ് തന്നെയാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആർക്കാരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വേറെ ആയിരിക്കും.